Hi students, my college program ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന എമർജൻസി പ്രൊവിഷൻസ് ആണ്. നിങ്ങൾക്ക് നല്ല താല്പര്യമുള്ള ഒരു കണ്ടന്റ് ആണ് ഇതിൽ വരുന്നത്. കാര്യം നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ ആരാണ് സെലക്ട് ചെയ്യുന്നത്, പ്രസിഡന്റിന്റെ അധികാരങ്ങൾ, അദ്ദേഹത്തെ റിമൂവ് ചെയ്യാൻ ആർക്കാണ് അധികാരം, അങ്ങനെയുള്ള നമ്മളെ പൊളിറ്റീഷ്യൻസുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട അത്യാവശ്യം ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കണ്ടന്റ് ആണ് ഇതിലുള്ളത്. ഓക്കെ, എമർജൻസി പ്രൊവിഷൻസും പിന്നെന്താ പറഞ്ഞത് യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞൊരു പാർട്ടുമാണ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ ആർട്ടിക്കിൾ 352 എന്തുകൊണ്ടാണ് ആർട്ടിക്കിൾ 352 എന്ന് പറയാൻ എന്താ കാരണം, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ഫോളോ ചെയ്യാൻ നമ്മൾ പറഞ്ഞ ഫെഡറൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ആ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓരോരുത്തർക്കും ഓരോ പവേഴ്സും ഓരോരോ കൺട്രോളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ എന്താണ് റിട്ടേൺ ആണ്. അപ്പോൾ റിട്ടേൺ ആയി എന്തിലാണ് റിട്ടേൺ എഴുതുന്നത്, ആർട്ടിക്കിൾസിലാണ്, അമെൻമെന്റ്സ് ആയിട്ട് അല്ലേ, ഓരോരോ ഭേദഗതി എന്നാണ് അതിൻ്റെ മലയാളത്തിൽ പറയാം. ഓരോ അമെൻമെന്റ്സ് അല്ലെങ്കിൽ ഓരോ ഭേദഗതിയിലാണ് നമുക്ക് ഓരോ പൗരന്മാർക്കും ഓരോരോ അധികാരങ്ങൾ, അതായത് നമ്മുടെ റൈറ്റ്സ് ഓഫ് വോട്ടൊക്കെ അല്ലേ, ആൻഡ് ദ റൈറ്റ്സ് ഓഫ് അവർ ഫ്രീഡം, റൈറ്റ്സ് ഓഫ് അവർ ചിൽഡ്രൻ റൈറ്റ്സ് ആൻഡ് റൈറ്റ്സ് അവർ എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള നമ്മുടെ റൈറ്റ്സ് അവകാശങ്ങളില്ലേ, പല സെക്ഷൻ ആയിട്ടുള്ള നമ്മുടെ അവകാശങ്ങളൊക്കെ റിട്ടേൺ ആയിട്ട് ഇന്ന ആർട്ടിക്കിൾ ഇന്ന അമെൻമെന്റിൽ എന്ന് പറഞ്ഞ് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് മിസ് ഇപ്പോൾ ഇവിടെ പറയാൻ കാരണം നമുക്കിതിൽ എമർജൻസി പ്രൊവിഷൻസിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ആർട്ടിക്കിൾ 350 അതായത് 352 ആർട്ടിക്കിൾ പ്രകാരം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്, എഫക്ട്സ് ഓഫ് നാഷണൽ എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രസിഡൻസിന്റെ റൂൾസ് എന്താണ്, ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, എലക്ഷൻ ഓഫ് പ്രൊസീജിയർ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എലക്ഷൻ പ്രൊസീജിയർ എന്താണ്, റിമൂവൽ ഓഫ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രൈം മിനിസ്റ്റർ എടുക്കുന്നത് എങ്ങനെയാണ്, ക്യാബിനറ്റ് കൂടൽ എങ്ങനെയാണ്, അത് വേക്കൻസി വരുന്നത് പ്രൈം മിനിസ്റ്റർ വേക്കൻസി എങ്ങനെയാണ്, അങ്ങനെയുള്ള ഹൈ ലെവൽ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടാണ് നമ്മൾ ഫസ്റ്റ്. നമുക്ക് ആർട്ടിക്കിൾ 352 എന്താന്ന് പറഞ്ഞു നോക്കാം. ആർട്ടിക്കിൾ 352 എന്താ പറഞ്ഞു നോക്കാം. ആൻഡ് യു ഹാവ് ദ പ്രൊസീജിയർ ലെസൺ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫെഡറൽ നേച്ചർ ഹാവിംഗ് ടു അതൊക്കെ നമ്മൾ പറഞ്ഞു. വെൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബീങ് ഡ്രാഫ്റ്റഡ് ഇൻ ഇന്ത്യ വാസ് പാസിംഗ് ത്രൂ ദ പീരീഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, പാർട്ടീഷൻ ഓഫ് കൺട്രി ആൻഡ് കമ്മ്യൂണിറ്റി റൈറ്റ്സ് ആൻഡ് പ്രോബ്ലം കൺസിഡർ ഇങ്ങനെ പറയുന്നത് അല്ലേ, എന്താണ് എമർജൻസി പ്രൊവിഷൻ. നമ്മുടെ ഇന്ത്യയിലൊക്കെ അന്ന് ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു ഇതൊക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ ഭയങ്കര റൈറ്റ്സും കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഒരു ലെവലൊക്കെ നമ്മൾ കടന്നു പോയിട്ടൊരു സംഭവമുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് എന്താ 352 അമെൻമെന്റിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം അല്ലെ. 352 അമെൻമെന്റിൽ എന്താണ് പറയുന്നത്, ഐഡന്റിഫൈ ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ പ്രസിഡന്റ് ക്യാൻ പ്രൊക്ലെയിം എ സ്റ്റേറ്റ് ഓഫ് നാഷണൽ എമർജൻസി അണ്ടർ, അതായത് പ്രസിഡന്റ് ക്യാൻ പ്രൊക്ലെയിം എ സ്റ്റേറ്റ് ഓഫ് നാഷണൽ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 352. 352 പ്രസിഡന്റിന്റെ ആ ഒരു അധികാരം പറഞ്ഞിരിക്കുന്നത്. ഡിസ്ക്രൈബ് ദ വേരിയസ് എഫക്ട് ഓഫ് നാഷണൽ എമർജൻസി റിലേറ്റിംഗ് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റർ ആൻഡ് ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. അപ്പോൾ പിന്നെ പറഞ്ഞത് എന്താണ്, എക്സിക്യൂട്ടീവ്, ഫിനാൻഷ്യൽ, ഇതൊക്കെ എന്താണ് എമർജൻസി പ്രൊവിഷൻസിൽ ഉൾപ്പെട്ട പോയിന്റ്സ് ആണ്. എന്ത്, നാഷണൽ എമർജൻസീസ്, പ്രൊക്ലെയിമിംഗ് കൺട്രി ഓഫ് ദ ഡ്യൂറേഷൻ ഓഫ് എക്ട്, ഫിനാൻഷ്യൽ മാറ്റേഴ്സ്, റഫറൻസ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Then a few examples of when such proclamation were made to the constitutional machinery. Recall the imposition of president's rules and have been smooth and state relation. The emergency caused by war and external aggression. വേറൊരു പോയിന്റ് ആണ് എന്താണ് എമർജൻസി, വാർ ആൻഡ് അഗ്രഷൻ. Okay, provision have been made in constitution of dealing of extraordinary situation that may threaten of peace, security, stability. സമാധാനത്തിനും സുരക്ഷിതത്തിനും സ്റ്റെബിലിറ്റി നമ്മുടെ സ്ഥിരമായ താമസം എല്ലാം എന്തായിട്ട് വരുന്നത്, ത്രെട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ, ഭീഷണിയായിട്ട് വരുന്ന ഒരു സാഹചര്യം. ഓക്കെ, ഗവേൺസ് ദ കൺട്രി ഹാവ് പാർട്ട് ഓഫ് ദർ ആർ ദ ടൈപ്സ് ഓഫ് എക്സ്ട്രാordinary ക്രൈസിസ് സിറ്റുവേഷൻ ആർ ഇൻവെസ്റ്റഡ്. ദർ ആർ 3 ടൈപ്സ് ഓഫ് ക്രൈസിസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് നമുക്ക് നമ്മുടെ നാഷന്റെ മുന്നിലുള്ളത്. Internal disturbance amounting the armed rebellion of the peace, and second, the become impossible for government of state carried in the accordance of constitution. Third is credit of financial stability. And threaten, and at last is president may issue the proclamation very on. In this session we discuss emergency caused of war, popularly known as national എമർജൻസി. ലാസ്റ്റ് വാറ് വരും എന്നുള്ളൊരു പേടി, ഇതൊക്കെ തന്നെയാണ് നമ്മളെപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുന്ന പേടിയിലെ. മറ്റുള്ളവർ നമ്മൾ ആക്രമിക്കോ, പിന്നെ ഫിനാൻഷ്യൽ സ്ഥിരത നമുക്കില്ല,
അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ. ദെൻ പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി, ആർട്ടിക്കിൾ 352 ഉള്ള ആർട്ടിക്കിളിൽ ഭേദഗതിയിലുള്ളതാണ് പ്രൊക്ലമേഷൻ ഓഫ് നാഷണൽ എമർജൻസി. എന്താണ് ദേശീയ നാഷണൽ എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഹാസ് പ്രൊവൈഡഡ് ടു എമർജൻസി കോസ്ഡ് ബൈ വാർ, എക്സ്റ്റേണൽ അഗ്രഷൻ ഓർ ഇന്റേണൽ റെബല്യൻ. ഓക്കെ, ഇന്റേണൽ റെബല്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കകത്ത് വരുന്ന ലഹള, അതൊക്കെ നിർത്താനും കൺട്രോൾ ചെയ്യാനൊക്കെ അതിനൊക്കെ അമെൻമെന്റും ഭേദഗതികളൊക്കെ ഉണ്ട്. ദിസ് ഈസ് ഡിസ്ക്രൈബ് ദ നാഷണൽ. അപ്പം അത് നിർത്തുന്നതിനെയാണ്, അതിനെപ്പറ്റി വിശദീകരിക്കുന്നതിനെയാണ് നാഷണൽ എമർജൻസി എന്ന് പറയുന്നത്. The type of emergency can be declared by President of India. He satisfied the situation is very grave and security in India. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു ഭീഷണി നേരിടുമ്പോൾ അദ്ദേഹം നല്ല അത്രയ്ക്ക് സെക്യൂരിറ്റിയോട് കൂടി ഇന്റേണൽ റെബല്യനൊക്കെ അടിച്ചമർത്തി എല്ലാവരും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആ ഒരു പ്രൈം മിനിസ്റ്റർ ശ്രദ്ധിക്കും. Such a proclamation of emergency have approved both the houses of parliament and absolutely majority total membership of the. അങ്ങനെ പ്രൈം മിനിസ്റ്റർ പാസ്സാക്കുന്ന ഈ ഒരു സംഭവങ്ങളൊക്കെ ആരും കൂടി അംഗീകരിക്കണം? പാർലമെന്റ്, മെജോറിറ്റി ഓഫ് അബ്സല്യൂട്ട് പാർലമെന്റ് മെമ്പേഴ്സും പെർമിഷൻ തരണം. ദ എഫക്ട്സ് ഓഫ് നാഷണൽ എമർജൻസി, അതിന്റെ എഫക്റ്റ് എന്തൊക്കെ നോക്കാം. ദർ ഈസ് മെയിൻലി 5 എഫക്ട്സ് ഓഫ് നാഷണൽ എമർജൻസി. പ്രധാനമായും 5 ഇഫക്ട്സ് ആണ്, ഫലങ്ങളാണുള്ളത്. എന്തൊക്കെയാ നോക്കാം. അതിന്റെ വേറൊരു ഭാഗം, the most significant effects is the federal from constitution changes into unitary. The authority of the centers increases. The parliament assumes the power to make laws and entire country part of the respect of subject mentioned by state list. Second is the president of India can issue direction to state of manner. അല്ലേ, നമ്മളെ ഇന്ത്യൻ പ്രസിഡന്റ് ഡയറക്ഷൻ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഡ്യൂറിംഗ് ദ പീരീഡ് ദ ലോക്സഭ ക്യാൻ എക്സ്റ്റെൻഡ് ദ ലൈൻ പീരീഡ്സ് ഓഫ് ഇയർ ഓഫ് ടൈം, ബട്ട് ദ സെയിം നമ്മൾ ലോകസഭ അംഗീകരിക്കണം. During the emergency, the president empowered the modify the provision regarding the distribution of revenue between union and state. അത് ആര് കീഴിൽ അതൊക്കെ ചെയ്യുന്നത്? ഡ്യൂറിങ് ദ പ്രസിഡന്റ്, അണ്ടർ ദ പ്രസിഡന്റിന്റെ അണ്ടറിൽ വെച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ആർട്ടിക്കിൾ 19. അത് വൺ വേർഡ് എഫക്ട്സ് ഓഫ് നാഷണൽ പ്രസിഡന്റ് ഉള്ളത്. ഇനി ഫിനാൻഷ്യൽ എമർജൻസി, പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ എത്രയിലാണ്? ആർട്ടിക്കിൾ 19. ഇത് അധികം എക്സാമിനും ചോദിക്കും കേട്ടോ. ഓക്കെ, ആർട്ടിക്കിൾ 90 ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമ്മുടെ അടിസ്ഥാന അവകാശം പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിലെ 19 ആർട്ടിക്കിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എമർജൻസി ഡ്യൂ ടു ഫെയിലിയർ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി ഇൻ ദ സ്റ്റേറ്റ്. ഓക്കെ, എഫക്ട്സ് ഓഫ് ഇമ്പോസിഷൻ ഓഫ് പ്രസിഡൻസ് റൂൾസ് ഇൻ ഇന്ത്യ. പ്രസിഡന്റ് റൂൾസിന്റെ ഇമ്പോസിഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എത്ര പോയിന്റ്? ദർ ആർ 3 points in imposition to rule in India. The first is the prime minister can assume to himself any of functions of the state governed to may be vest or any those of functions with the governor and other executive authority. അല്ലേ, പ്രസിഡന്റ് ഒറ്റക്കും തീരുമാനമെടുക്കാൻ പറ്റില്ല, അതിന് കീഴിലുള്ള പല സംഭവം അവരോടൊക്കെ ചോദിക്കണം. ദ പ്രസിഡന്റ് മേ ഡിസോൾവ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. എന്താക്കണം? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി കൂടിയാലോചിക്കണം. And in under suspension you have authorities the parliament to make laws and we have the state legislature, and the president can be make an other incidental and consequential provision necessary to give effect to the object of proclamation. അല്ലെ, അദ്ദേഹത്തിന് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ പ്രാക്ടിക്കലി അദ്ദേഹത്തിന്റെ ലോസ് അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ആരത് ഹെൽപ്പായിട്ട് വരും? എന്ത് സ്റ്റേറ്റ് ലെജിസ്ലേറ്ററായി കൂടി ആലോചിച്ചിട്ടാണ് പ്രസിഡന്റിന്റെ ആ ഒരു വേക്കൻസി തന്നെ പറയും. അല്ലെ, ആ സമയത്ത് അദ്ദേഹത്തിന് അവിടെ ഇല്ലെങ്കിൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവർ കൂടി ആലോചിച്ചിട്ട് ചെയ്യും.